കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പണി പഠിച്ചു വരുന്നുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന കരൺ സിംഗ്. അതേസമയം പ്രിയങ്ക ഗാന്ധി വാദ്രയെ അദ്ദേഹം വാനോളം പുകഴ്ത്തുന്നുണ്ട്. പ്രിയങ്ക മിടുമിടുക്കിയാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നെഹ്റു ഗാന്ധി കുടുംബത്തിലെ 4 തലമുറകളുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം PTIക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ വിവരിക്കുന്നുണ്ട്. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതിൽ രാഹുൽ കടുത്ത വിമർശനത്തിന് പാത്രമാകുന്നുണ്ട്. എന്നാൽ രാഹുൽ നല്ല വ്യക്തിയാണെന്നാണ് കരൺ സിംഗിന്റെ പക്ഷം. തനിക്ക് അദ്ദേഹത്തോട് വലിയ വാത്സല്യമാണെന്നും കരൺ സിംഗ് വ്യക്തമാക്കുന്നുണ്ട്. താനുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്ന വ്യക്തിയാണ് രാഹുൽ എന്നും അമേരിക്കൻ മുൻ സ്ഥാനപതി കൂടിയായ കരൺ സിംഗ് കൂട്ടിച്ചേർത്തു. അടുത്തിടെയായി രാഹുലുമായി പക്ഷേ അത്ര അടുപ്പമില്ല. അതേസമയം രാഹുൽ ഏറെ മെച്ചപ്പെട്ടുവെന്നും അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. ഓരോ വർഷവും രാഹുൽ മികച്ചു വരുന്നുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചു വരുന്നുവെന്നതിന്റെ സൂചനയാണിതെന്നാണ് സിംഗിന്റെ വാദം. അദ്ദേഹം പ്രധാനമന്ത്രിയാകുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്നാൽ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട്. തയ്യാറെടുപ്പുകൾക്ക് സമയം ആവശ്യമാണെന്നും മുൻ കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. അതേസമയം കുട്ടിക്കാലം മുതൽ തന്നെ ഏറെ അടുപ്പമുള്ള പ്രിയങ്കയെ പുകഴ്ത്തുന്നതിൽ അദ്ദേഹം തെല്ലും പിശുക്കു കാട്ടിയില്ല. ബുദ്ധിമതിയായ പെൺകുട്ടിയാണവർ. പ്രിയങ്ക ചുറുചുറുക്കുള്ള പെൺകുട്ടിയാണെന്നും 36-ാം വയസ്സിൽ ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ അംഗമായ സിംഗ് ചൂണ്ടിക്കാട്ടി. ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു തന്റെ ഗുരുവാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ 10 വർഷം പ്രവർത്തിച്ചു. അവരുടെ ഏറ്റവും നല്ല സമയത്തിനും മോശം സമയത്തിനും ഞാൻ സാക്ഷിയായി. ബംഗ്ലാദേശ് വിമോചന കാലമായിരുന്നു ഇന്ദിരയുടെ ഭരണകാലത്തെ ഏറ്റവും മികച്ച നേട്ടം. അടിയന്തരാവസ്ഥയാണ് ഏറ്റവും കെട്ട കാലമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 1991-ലെ രാജീവ് ഗാന്ധി വധം വലിയ ദുരന്തമായിരുന്നു. അദ്ദേഹമായിരുന്നു 21-ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ നയിക്കേണ്ടിയിരുന്നത്. സംഗീത പ്രേമിയായ സിംഗ് ഇപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ തന്റെ സംഗീത സാധനം തുടരുന്നുണ്ട്. 2006-ൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തേണ്ട ആളായിരുന്നു അദ്ദേഹം. എന്നാൽ ഇടതു പാർട്ടികളാണ് ഇതിന് തുരങ്കം വെച്ചതെന്ന് സിംഗ് വെളിപ്പെടുത്തിയിരുന്നു. സോണിയാഗാന്ധി തന്റെ പേര് രാഷ്ട്രപതി പദത്തിലേക്ക് നിർദ്ദേശിച്ചപ്പോൾ ഒരു മഹാരാജാവിനെ എങ്ങനെയാണ് രാഷ്ട്രപതിയാക്കുക എന്ന് ഇടതു പാർട്ടികൾ ആരാഞ്ഞതായി അദ്ദേഹം പറയുന്നുണ്ട്. തുടർന്ന് 2007-ൽ പ്രതിഭാ പാട്ടീലിനെ രാഷ്ട്രപതിയാക്കി. അതേസമയം രാഷ്ട്രപതിയാക്കാത്തതിൽ തനിക്ക് ഖേദമൊന്നുമില്ലെന്നും യുനെസ്കോയിലും ഇന്ത്യയുടെ സാംസ്കാരിക റിലേഷൻ കൗൺസിലിലും പ്രവർത്തിച്ചിരുന്ന സിംഗ് പറയുന്നുണ്ട്. അതേസമയം ഇതിനിടയിൽ ജമ്മു കശ്മീരിന്റെ കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാണ് കരൺ സിംഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പ്രദേശത്തിന്റെ നിലവിലെ സ്ഥിതി ഇന്ത്യയുടെ കിരീടത്തിന്റെ അസ്വീകാര്യമായ കുറവാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. PTI വീഡിയോകൾക്ക് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ 3 തവണ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്നുള്ള മാറ്റങ്ങളെക്കുറിച്ച് തന്റെ ആശങ്കകൾ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ഈ ഭരണഘടനാ മാറ്റത്തിന് മുൻപ് സംസ്ഥാനത്തിന് എത്രത്തോളം സ്വയംഭരണാവകാശം നൽകണമെന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ മുഴുവനും നടന്നിരുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ജമ്മു കശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമായി മാറ്റുന്നത് പഴയ സംസ്ഥാനത്തിന്റെ കുറവാണെന്നും അത് അംഗീകരിക്കാനാകില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഹിമാചൽ പ്രദേശ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളെ ഭരണകാര്യക്ഷമതയുടെ കാര്യത്തിൽ ജമ്മു കശ്മീരിന്റെ നിലവിലെ അവസ്ഥ പിന്നിലാക്കിയെന്ന് US-ലെ മുൻ ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞതായി സിംഗ് ചൂണ്ടിക്കാട്ടി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം തദ്ദേശീയർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നത് ഹിമാചൽ പ്രദേശിലേതിന് സമാനമായ ഡൊമിസിലിയറി നിയമങ്ങൾക്കു വേണ്ടിയും അദ്ദേഹം വാദിച്ചു. നിലവിൽ ജമ്മു കശ്മീരിൽ സദർ ഇ റിയാസത്ത് ആയി പ്രവർത്തിക്കുകയാണ് ഈ 93-കാരനായ കരൺ സിംഗ്.